മുടിയാട്ടും കടലും കണ്ടേ, കലിയാടണ കാടും കണ്ടേ, പൊടിമഞ്ഞും മഴയും കൊണ്ടേ, ഞാനെന്ന ഭാവം മാഞ്ഞേ. Hey guys, welcome back to another vlog. So, നമ്മൾ ഇന്നത്തെ റൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസ് ഓഫ് ഹിൽ സ്റ്റേഷൻസ് കൊടൈക്കനാലിലോട്ടാണ്. ഓൾമോസ്റ്റ് ഒരു 170 കിലോമീറ്റേഴ്സ് ഉണ്ട് നമുക്ക് പാലക്കാട് സൈഡിൽ നിന്ന് കൊടൈക്കനാലിലോട്ട്. ആൻഡ് ഇപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാടിൽ നിന്ന് പൊള്ളാച്ചിയിൽ നിന്ന് നമ്മൾ നേരെ ദിണ്ടുക്കൽ ആ റോഡ് NH83 കയറിയിട്ട് നമ്മൾ നേരെ പഴനി പോയിട്ട് പഴനിയിൽ നിന്ന് നമ്മൾ റൈറ്റ് ഡീവിയേറ്റ് ചെയ്തിട്ട് കൊടൈക്കനാൽ കയറാനാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. ഈ റൈഡിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഈ റൈഡ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം പിള്ളേരായിട്ടാണ്. അതായത് നമ്മളൊപ്പം +2 വരെ പഠിച്ച നമ്മുടെ ചെക്കന്മാരായിട്ടാണ് ഈ റൈഡ് പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറേ പേര്, അതായത് 5-6 പേര് LKG മുതൽ +2 വരെ പഠിച്ച പിള്ളേരാണ്. അപ്പോൾ എല്ലാവരും, ഞാൻ സാധാരണ വീക്കെൻഡ്സ് റൈഡ് പ്ലാൻ ചെയ്യാറില്ല. എപ്പോഴും പോകുമ്പോൾ വീക്ക് ഡേയ്സിലാണ് നമ്മൾ പോകാറ്. പക്ഷേ എല്ലാവരുടെ ഒഴിവും കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് വീക്കെൻഡ് ആയതുകൊണ്ടാണ് നമ്മൾ കൊടൈക്കനാൽ പോകുന്നത്. ആൻഡ് തോന്നുന്നു എനിക്ക് തിരക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു, കാരണം സീസൺ സമയമായതുകൊണ്ട്. പോകുന്നത് വന്നിട്ട് കൊടൈക്കനാലിൽ നിന്ന് മനമനൂരെല്ലാം കഴിഞ്ഞ് പൂമ്പാറ വില്ലേജ് എല്ലാം ക്രോസ് ചെയ്തിട്ട് നമ്മൾ പൂണ്ടിയിലോട്ടാണ്. പിന്നെ ഒരു 3-4 ഡേയ്സിൻ്റെ പ്ലാനാണ്. അപ്പോൾ പൂണ്ടി പോലൂരെല്ലാം കവർ ചെയ്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരാനാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. പൂമഴ പോലെ മണ്ണിൽ നീലനിലാവിൻ പൊന്നനയാലേ നാദലയങ്ങൾ വരദായകമായി സ്വരസാഗരമായി ജനിമോക്ഷവുമായി പുതുജീവനുമായി നീഴൽ പോലെ അഴലാലേ വെയിൽ നീളേ. ഞാൻ ലാസ്റ്റ് സമ്മറിലും കൊടൈക്കനാൽ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കൊടൈക്കനാൽ ഫുൾ എന്താ പറയുക ഓപ്പണായിരുന്നു. ഇതുവരെ കിട്ടാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഒരു സമയത്ത് പോയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രാവശ്യം ഫുൾ കോടയൊക്കെ ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. കോടയുണ്ട്, അറിയാൻ കഴിഞ്ഞ കോടയുണ്ട്, അല്ലെങ്കിൽ ഫുൾ അങ്ങനത്തെ മഴയുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അറിയില്ല, എന്ത് കിട്ടിയാലും ലെറ്റ്സ് അക്സെപ്റ്റ് ദാറ്റ് ആൻഡ് ലെറ്റ്സ് എൻജോയ് ദ ട്രിപ്പ് എന്നുള്ളൊരു മൂഡിലാണ് പോകുന്നത്. ഈ ഒരു റോഡ് ഞങ്ങളൊരു 4 വർഷം മുമ്പൊക്കെ വന്ന സമയത്ത് ഈ റോഡ് പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ വരുമ്പോഴേ എന്താ ഒരു മാറ്റം, പെട്ടെന്ന് ഭയങ്കര ഡിഫറൻസ് ചെയ്യുന്നത്. നമുക്കൊരു 1 hour കൊണ്ടൊക്കെ നമുക്ക് പൊള്ളാച്ചിയിൽ നിന്ന് പഴനിയിലേക്ക് എത്താൻ പറ്റും. ഏകദേശം ഒരു 40 കിലോമീറ്റർ എന്തോ കാണിക്കുന്നുണ്ട് അവിടെ നിന്ന്. പക്ഷേ ഒരു 1 hour അല്ലെങ്കിൽ 1.5 hours കൊണ്ട് നമുക്ക് പഴനി എത്താൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നമ്മുടെ റൈഡ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പഴനി എത്തി. പഴനി എൻ്റെ ലെഫ്റ്റ് സൈഡ് പഴനി കാണുന്നുണ്ട്, പക്ഷേ മഞ്ഞ് നിറഞ്ഞുകൊണ്ട് പഴനിയൊന്നും വൃത്തിക്ക് കാണാൻ പറ്റുന്നില്ല. കൊടൈക്കനാൽ ഹിൽസ് കയറാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഓൾമോസ്റ്റ് ഒരു 25 to 30 കിലോമീറ്റേഴ്സ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കൊടൈക്കനാലിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എത്തും. കോടയെ കാണുന്നുണ്ട്. ഇവിടെ നോക്കുന്ന സമയത്ത് ഫുൾ കോടയൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വണ്ടിയിൽ ഏകദേശം ഒരു 35-36 ഡിഗ്രി സെൽഷ്യസ് കാണിച്ച സമയമായിരുന്നു പഴനിന് മുമ്പൊക്കെ ആയിട്ട്. ഇപ്പോൾ അത് 29 ഡിഗ്രി സെൽഷ്യസായി കാണിക്കുന്നുണ്ട്. കൊടൈക്കനാൽ എത്തുന്നതിന് മുമ്പേ ഫുൾ കോടയാണ് ഈ ഒരു സമയത്ത്.
മോനെ. പൂമ്പാറയിലോട്ട് ഏകദേശം ഒരു 50 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ഫുൾ കോട നിറഞ്ഞൊരു കൊടൈക്കനാലാണ് എനിക്ക് ഊഹിക്കാൻ പറ്റുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു വ്യൂ ഒക്കെ അനുസരിച്ചിട്ട് കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ വ്യൂസും വ്യൂ പോയിൻറ്റ്സൊക്കെ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അത്രയും കോടയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർച്ച് സമയത്ത് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുൾ ഓപ്പൺ, അതായത് എവിടെയുമേ കോടയില്ല. അപ്പോൾ പൂണ്ടി എത്തി. പൂണ്ടിയിലായിരുന്നു നമ്മൾ സ്റ്റേ അടിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് ഫോറസ്റ്റ് പറഞ്ഞൊരു പ്രോപ്പർട്ടി, നല്ല കിടിലം പ്രോപ്പർട്ടി. അത് അവിടെയായിരുന്നു സ്റ്റേ അടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കോടയും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അന്ന് വന്ന സമയത്ത്. അവിടെ നിന്ന് മാത്രമല്ല, ഫുൾ കൊടൈക്കനാലിൽ നമ്മളവിടെ എത്തുന്നവരെ നമുക്ക് കോടയോ അങ്ങനെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനു വേണ്ടി ഈ ഒരു സമയം, ഓ മാൻ, ദിസ് ഈസ് ഹൗ കൊടൈക്കനാൽ വെൽക്കം ടു മീ. എൻ്റെ മോനെ പൊളി. കിടിലൻ ക്ലൈമറ്റ്. സോ നമ്മളങ്ങനെ കൊടൈക്കനാലത്തെ ഭക്ഷണം എല്ലാം കഴിച്ച് നമ്മൾ പൂമ്പാറ മനമന്നൂർ റോഡിലോട്ട് കയറിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഇനി ഒരു 37 കിലോമീറ്റർ ഉണ്ട് നമുക്ക് പൂണ്ടിയിലോട്ട്. മനമന്നൂരിലോട്ട് ഇനി ഏകദേശം 32 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. സോ ഇപ്പോൾ വണ്ടി കാണിക്കുന്ന ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം എത്ര ആണ് പുറത്തുള്ള ടെമ്പറേച്ചർ എന്ന്. ഓ ഷിറ്റ്. ഇപ്പോൾ ടൈം അറൗണ്ട് 2:30. ഇനിയിപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോഴേ ഏകദേശം ഒരു 3:34 ഒക്കെ ആകും. നിർത്തി മെല്ലെ പോകാനുള്ളൊരു പ്ലാനാണ്. എനിക്ക് പേഴ്സണലി ഈ റോഡ് ഭയങ്കര ഒരു മെഡിറ്റേഷൻ ഫീൽ ചെയ്യുന്ന റൂട്ടാണ്. ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ റൈഡ് ചെയ്ത് പോകാം. എത്ര തവണ വന്നാലും മടുക്കാത്ത റോഡ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ റോഡാണ് എനിക്ക് പേഴ്സണലി ഈ റോഡ് ഫീൽ ചെയ്തിരിക്കുന്നത്. അതായത് ഈ കൊടൈക്കനാലിൽ നിന്നും പൂണ്ടി ക്ലാവര സൈഡിലോട്ടുള്ള റോഡ്. കോർണേഴ്സൊക്കെ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. എപ്പോഴാണ് ലോറി അല്ലെങ്കിൽ ഇവിടുത്തെ ബസ് വരെ പറയാൻ പറ്റില്ല. ബി ജെൻറ്റിൽ, ബി കെയർഫുൾ ഓൺ റോഡ്സ്. അതൊക്കെ എനിക്കൊരു നിമിഷത്തിൽ പറയാനുള്ളൂ. ഈ റോഡിൽ മെയിനായി ശ്രദ്ധിക്കേണ്ട ലോറിക്കാരന്മാർ. അവന്മാരിങ്ങനെ അടിച്ച് കയറി വരും. ഹോണൊന്നും ഉണ്ടാവില്ല അധികം. അവരെ ഒന്ന് ശ്രദ്ധിക്കണം മെയിനായിട്ട്. പിന്നെ ബസ് ഒക്കെ ഭയങ്കര എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവാറുള്ളൂ. നിങ്ങൾ മഞ്ഞുമൽ വോയിസ് ഒന്നും കണ്ട് ഗുണാക്കേവ് ഒന്നും പോവാണ്ട് ഈ വഴി വില്ലേജിലോട്ട് പോകണം എന്നാണ് എനിക്ക് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത്. ഇവിടെ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് നമുക്ക് പൂമ്പാറയിലോട്ട്. നമ്മൾ വിളിക്കുന്ന സമയത്ത് എല്ലാ പ്രോപ്പർട്ടീസും ഫുള്ളെന്നാണ് പറയുന്നത്. പണ്ട് ഈ ഒരു റൂട്ടിലൊന്നും അധികം പ്രോപ്പർട്ടീസോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഇൻസ്റ്റാഗ്രാംസും യൂട്യൂബ്സൊക്കെ വന്നുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് ഈ ഒരു സ്ഥലമൊക്കെ ഭയങ്കര റഷായി. അല്ലെങ്കിൽ ഈ വില്ലേജിലോട്ടൊക്കെ ആൾക്കാരൊക്കെ കയറി ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പോലൂരാണെങ്കിലും പൂണ്ടിയിലാണെങ്കിൽ 2 പ്രോപ്പർട്ടി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരു ദിവസം പൂണ്ടിയും പിന്നെ ഒരു ദിവസം പോലൂരും പോയി സ്റ്റേ അടിക്കാനാണ് നമ്മുടെ പ്ലാൻ. ക്ലൈമറ്റ് ഒരു മോഡറേറ്റ് ക്ലൈമറ്റാണ്. അതായത് അധികം കോടയില്ല, മഴയില്ല. ഇന്നലെയൊക്കെ നല്ല മഴയുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവിടെ ടൗണിൽ നിൽക്കുന്ന സമയത്ത് അവർ പറയണ്ടായിരുന്നു ഇന്നലെയെല്ലാം നല്ല മഴ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്നിപ്പോൾ മഴയൊന്നുമില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ വണ്ടിയിൽ 22 ഡിഗ്രി സെൽഷ്യസ് ആണ് കാണിക്കുന്നത്. ഞാൻ എപ്പോഴും ഒരു 36, 35 കാണുന്നത്. ഇപ്പോൾ 22 ഡിഗ്രി സെൽഷ്യസ് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അതായത് വണ്ടിയുടെ ടെമ്പറേച്ചർ 22 കാണിക്കുന്നുണ്ടെങ്കിൽ പുറത്ത് ഏകദേശം എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നല്ലോ. കർവൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ പണി കിട്ടാൻ വളരെ ചാൻസ് കൂടുതലുള്ള റോഡും കൂടിയാണ്.
റൈഡ് സേഫ്, ബി ജെന്റിൽ ഓൺ റോഡ്സ്, അതൊക്കെ എനിക്കൊരു നിമിഷത്തിൽ പറയാനുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ കുരങ്ങന്മാരൊക്കെ റോഡിൽ വന്ന് നിൽക്കും, നമുക്ക് എപ്പോഴാണ് ചാട് പറയാൻ പറ്റില്ല. അത് ഈ കുരങ്ങന്മാർ നിൽക്കുന്നതിൻ്റെ മെയിൻ റീസൺ തന്നെ ഇവിടുത്തെ ആൾക്കാർ ഇതിനെ ഫീഡ് ചെയ്തിട്ടാണ്. അതിന് വേണ്ട ഫുഡൊക്കെ അതിന് ഈ കാട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഈ ആൾക്കാർ വന്ന് ഫീഡ് ചെയ്യുന്ന ടൈമിലാണ് അത് റോഡിൽ നിന്ന് ഇനിയും അത് കിട്ടുന്നുള്ളൊരു കോൺസെപ്റ്റിൽ വന്ന് നിൽക്കുന്നത്. ആൻഡ് അത് പെട്ടെന്ന് ചാടിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇടിക്കും, പിന്നെ അത് മരണപ്പെടാനുള്ള ചാൻസൊക്കെ വളരെ കൂടുതലാണ്. ദയവ് ചെയ്ത് കുരങ്ങന്മാർക്കൊന്നും ഭക്ഷണം കൊടുക്കാതിരിക്കുക. അതിന് വേണ്ട ഫുഡൊക്കെ അതിന് കിട്ടുന്നുണ്ട് ഈ കാട്ടിൽ നിന്നൊക്കെ. ലാസ്റ്റ് ടൈം വന്നതിനെ വെച്ച് നോക്കുന്ന സമയത്ത് റോഡെല്ലാം കുറച്ച് എന്താ പറയുക പൊട്ടിപ്പൊളഞ്ഞൊരു അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇവനാണ് ഗൈസ് ശരണേഷ് നായർ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവനൊരു ലോകാത്ഭുതമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഈ V3-യിൽ ഡബിൾസ് അടിച്ച് വിത്ത് 2 പേരുടെ ലഗേജും കൂടെ ആ വണ്ടി V3-യിൽ ഉംലിംഗ്ല പാസ് അടിച്ചവനാണ്. ഇപ്പം പിന്നെ ആൾ ശാന്തി സമാധാനമൊക്കെ പിടിച്ച് വണ്ടിയൊന്നും അധികം എടുക്കുന്നില്ല, വയസ്സായി എന്നൊക്കെയാണ് പറയണത്. വേറെ കൂടെയുള്ള ഫ്രണ്ട്സെല്ലാം റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂടെ മനു വരാൻ, അതായത് അവൻ കമ്പം തേനി വഴി വന്നതായിരുന്നു. അപ്പോൾ അവൻ വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ 2 വണ്ടി കൊടൈക്കനാലിൽ നിന്ന് അവനെ പിക്ക് ചെയ്തിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളൊന്ന് കുറച്ച് ലേറ്റായത്. ആൻഡ് ഇവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്റർ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മനമന്നൂർ എത്തും. മനമന്നൂരിൽ നിന്ന് ഏകദേശം ഒരു 7-8 കിലോമീറ്റർ, മാക്സിമം ഒരു 7 കിലോമീറ്റർ ഇട്ട് പൂണ്ടി നമ്മുടെ സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടിയിലോട്ട്. അങ്ങനെ നമ്മൾ മനമന്നൂരിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മുടെ റൈഡ് അഗൈൻ കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. നമുക്കിനി ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 6 കിലോമീറ്റർ ഉണ്ട് നമുക്ക് പൂണ്ടിയിലോട്ട്. ഫുൾ കോടയാണ് കേട്ടോ. എനിക്കറിയില്ല വീഡിയോയിൽ എത്രമാത്രം കിട്ടുന്നുണ്ടെന്ന്, പക്ഷേ ഭയങ്കര തണുപ്പും ഭയങ്കര കോടയും. ഞങ്ങൾ ഞാൻ പറഞ്ഞ പോലെ മെല്ലെ സമാധാനത്തിലാണ് വന്നത്. അതായത് ഇപ്പോൾ സമയം 4:15, ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ ജസ്റ്റ് കൊടൈക്കനാൽ ഫുള്ള് ഇരുന്ന്, പിന്നെ അതുപോലെ തന്നെ കുറേ സ്കൂട്ടുകളെല്ലാം നിർത്തി ഫോട്ടോസ് എല്ലാം എടുത്ത് മെല്ലെ വന്നതാണ്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഇത്ര സമയമൊന്നും വേണ്ട. നമുക്ക് രാവിലെ തന്നെ ഒരു 10 മണിയാകുമ്പോഴേക്കൊക്കെ സുഖമായിട്ട് നമുക്ക് ഈ ഒരു സ്ഥലം എത്താം. നമ്മൾ രാവിലെ ഒരു 7 മണിക്കൊക്കെ ഇറങ്ങിയ സ്ഥിതിക്ക് എത്തായിരുന്നു. പക്ഷെ നമ്മളെ നിർത്തി പതുക്കെ വന്നുകൊണ്ടാണ് ഇത്രയും ലാഗായത്. അത് തന്നെയായിരുന്നു പ്ലാൻ. നമുക്ക് ഫ്രൈഡേ ഇന്ന് നമ്മളവിടെ ചെക്ക് ഇൻ ചെയ്യണമെന്നുള്ളതായിരുന്നു നമ്മുടെ പ്ലാൻ. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ നമുക്ക് പൂണ്ടിയിലോട്ട്. ഫുൾ കോടയൊക്കെ നിറഞ്ഞിട്ട് ഒന്നും കാണുന്നില്ല. മുകളിലത്തെ ആ ഒരു ഹില്ലിലുള്ള പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ. പൂണ്ടി ഇവിടെ ബോർഡിൽ 1 കിലോമീറ്റർ എന്നാണ് കാണിക്കുന്നത്. പക്ഷെ നമ്മുടെ പ്രോപ്പർട്ടി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ദൂരമുണ്ട്. നിയർലി ഒരു 2 or 3 കിലോമീറ്റേഴ്സ്. ഈ ഒരു തമിഴ്നാടൻ വില്ലേജൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ. ഏറ്റവും അടിപൊളിയായിട്ട്, അതായത് അവരുടെ ആ ഒരു കൾച്ചർ നിലനിർത്തിക്കൊണ്ടാണ് ഇവിടുത്തെ പല വീടുകളും. You really need to come to this place, man, to know what it is actually. ഈ 2 സൈഡും പൂക്കളും അതിൻ്റെ നടുക്കി കൂടെയുള്ള ഒരു റോഡും, എൻ്റെ മോനെ. കിനാവിൻ വിമാനം കരയേറിയൊരു ദിനം, ഇളമുളം കാട്ടിലെ നീറുകൾ കുളിക്കില്ലേ. ചില ജനാലകൾ താരകങ്ങൾ നേർക്കുനോക്കുമ്പോ മനോരാജ്യമാ ഗോപുരങ്ങളിൽ കോണിക്കേറുമ്പോ
വി ആർ ബാക്ക് ഓൺ റോഡ്സ്. നമ്മൾ രാവിലെ ഒരു ചെറിയ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ക്ലാവര സൈഡിലോട്ട് കയറുവാണ്. പൂണ്ടിയിലായിരുന്നു നമ്മൾ നല്ല സ്റ്റേ എല്ലാം ചെയ്ത്. ഇപ്പോൾ കോട അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ രാവിലെ സമയം 10 മണി. ഇപ്പോൾ കോട ക്ലൈമറ്റ് തണുപ്പുണ്ട്, പക്ഷേ എന്താ പറയുക, ഒരു വെയിലാണ്. കോട കാര്യങ്ങളൊന്നുമില്ല. വൈകുന്നേരം ഒരു 3 മണി 4 മണി കഴിയും കോട എല്ലാം ഈ ഒരു സ്ഥലത്തിലോട്ട് കയറാനായിട്ട്. സോ ഇതാണ് ആ ഒരു ജംഗ്ഷൻ. ഇവിടെ നിന്ന് 3 കിലോമീറ്റർ ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ലാവര എത്തും. 2 കിലോമീറ്റർ സ്ട്രേറ്റ് പോയി കഴിഞ്ഞാൽ പോലൂരെത്തും. സോ നമ്മൾ ഫസ്റ്റ് ക്ലാവര പോയിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് കവർ ചെയ്ത് ആ ഫാം റൂട്ടെല്ലാം ഒന്ന് നോക്കിയിട്ട് തിരിച്ചു വരാമെന്നൊരു പ്ലാനിലാണ്. ഇവിടെയാണ് ആ ഒരു ഫാം റൂട്ടുള്ളത്. അതായത് നമുക്ക് വട്ടവടയിലോട്ട് മൂന്നാറിലോട്ട് കയറാൻ 12 കിലോമീറ്റർ മാത്രമുള്ള ഒരു ഷോർട്ട് കട്ട് റൂട്ട് എന്നൊക്കെ പറയാം. പക്ഷേ അത് ഇല്ലീഗലാണ്, പോകാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് ആ ഒരു സൈഡ് പോയിട്ട് അതൊന്ന് കാണണം, കണ്ടിട്ട് തിരിച്ചു വരണം എന്നുള്ളൊരു മൂഡിൽ പോവാണ്. ഇവിടെ ചെറിയൊരു വാട്ടർഫാൾസും ഉണ്ട്, നമുക്ക് അതൊന്ന് നോക്കിയിട്ട് പോവാം. ഇതാണ് ക്ലാവര. ക്ലാവര ഒരു ചെറിയൊരു വില്ലേജാണ്, കുറച്ച് പേര് മാത്രം താമസിക്കുന്ന ഒരു ചെറിയൊരു വില്ലേജാണ്. നേരെ നമ്മുടെ ഫാം റൂട്ട് കാണാനായിട്ട് പോവുകയാണ്. ഫാം റൂട്ടെ പറ്റി എനിക്ക് മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും വിചാരിക്കുന്നു. ഫാം റൂട്ട് എന്ന് പറയുന്നത് നമുക്ക് വട്ടവടയിലോട്ട്, അതായത് കൊടൈക്കനാലിൽ നിന്നും വട്ടവടയിലോട്ട് കണക്ട് ചെയ്യുന്ന റൂട്ടാണ്. വെറും 12 കിലോമീറ്റർ കൊണ്ട് മാത്രം നമുക്ക് അവിടെ എത്താൻ പറ്റുന്ന ഒരു കാട് വഴിയാണ് ശരിക്കും. അത് തമിഴ്നാട് ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും കൂടെ അത് കൂട്ടിച്ചതാണ്. അതായത് 1990 ബിഫോർ 1990 അത് കൂട്ടിച്ചു. അത് ഇല്ലീഗൽ റൂട്ടായിട്ട് മാറ്റി. ആൻഡ് ഇവിടുത്തെ ലോക്കൽസ് മാത്രം ഈ വെജിറ്റബിൾ ട്രാൻസ്പോർട്ടേഷൻസിന് വേണ്ടി അങ്ങോട്ട് പോകാറുണ്ട്. അതായത് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലോട്ട് വെജിറ്റബിൾ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ വെജിറ്റബിൾ എക്സ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അവർ ലോക്കൽസ് യൂസ് ചെയ്യുന്നൊരു വഴിയാണത്. ഞാൻ ഗൂഗിൾ മാപ്സ് ഇട്ട് കാണിച്ചു തരാം എത്ര അടുത്താണ് അത്. ട്രക്ക് ചെയ്തിട്ടൊക്കെ എനിക്ക് പോകാൻ തോന്നുന്നു, പക്ഷെ അത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ അതുകൊണ്ട് പോകാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ല. ഞാൻ ലാസ്റ്റ് ടൈം വന്ന സമയത്ത് ചെറുതായിട്ട് അങ്ങനെ കുറച്ച് കയറിയിട്ടുണ്ടായിരുന്നു. மூணார் போகிறக்கு ஏதோ வழி இருக்குங்க? வழி இல்லை, விட மாட்டாங்க, வண்டி விட மாட்டாங்க. செக் போஸ்ட் முன்னாடி போயிருக்காங்க, போய் ஏதோ பிரச்சனை இருக்காங்க. ஆமாம், செக் போஸ்ட்டு கார்டு வச்சுருக்குவாரு. உங்கள்கிட்ட லைசன்ஸ் இருக்கான்னு கேட்பேன், அதெல்லாம் கொடுப்பீங்களா? സോ അതാണ് ആ ഒരു ഫാം റൂട്ട്. നമ്മൾ ഏകദേശം ട്രക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 അവർ അല്ലെങ്കിൽ 1.5 hours കൊണ്ട് അവിടെ എത്താൻ പറ്റും, വട്ടവടെ എത്താൻ പറ്റും. പക്ഷെ നമ്മൾ ബൈ റൂട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 280-300 കിലോമീറ്റേഴ്സ് ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് താഴെ കൊടൈക്കനാൽ അങ്ങനെ താഴെ ഇറങ്ങി ഉടുമൽപേട്ട വഴി അങ്ങനെ മൂന്നാർ കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇത് ഇല്ലീഗലാണ്, ഇതിലൂടെ ഒന്നും പോകാൻ പറ്റില്ല. ജസ്റ്റ് ഈ വഴി വന്നപ്പോൾ ഇതിൽ കാണിച്ചെന്ന് മാത്രം. വൈൽഡ് ലൈഫിനെയൊക്കെ കേടുവരുത്തും അല്ലെങ്കിൽ വൈൽഡ് ലൈഫൊക്കെ ഡിസ്റ്റർബ് ആവുമെന്നുള്ള കോൺസെപ്റ്റിലാണ് ഗവൺമെൻറ് അത് ഫുള്ള് അടച്ചിട്ടിരിക്കുന്നത്. ഇതാണ് ആ ഒരു ക്ലാവര വില്ലേജ്. എനിക്ക് തോന്നുന്നു ഡെഡ് എൻഡാ തോന്നുന്നു. പിന്നെ ഇനി അങ്ങോട്ട് അങ്ങോട്ടേക്ക് ഇല്ല വഴി. കഴിഞ്ഞു. സോ അങ്ങനെ നമ്മൾ ക്ലാവര വില്ലേജ് എല്ലാം കവർ ചെയ്തിട്ട് നമ്മളിനി നേര് ആ ഒരു ജംഗ്ഷനിൽ പോയി ഒരു ചായ എല്ലാം കുടിച്ച് നമ്മൾ തിരിച്ച് പോലൂരിലോട്ട് പോകാമെന്നൊരു പ്ലാനിലാണ്. പോലൂർ വില്ലേജും കൂടെ ഒന്ന് കവർ ചെയ്തിട്ട് ബാക്ക് ടു പൂണ്ടി. പോലൂർ സൈഡിലോട്ട് പോണ സമയത്തും അതെ നമുക്ക് ആ ഒരു പൂക്കാലിൻ്റെ വൈബൊക്കെ കിട്ടി തുടങ്ങുന്നത്. അതായത് ഫുൾ ഗ്രാൻഡീസും പൈൻ മരങ്ങളും അങ്ങനത്തെ ഒരു വൈബ് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ചധികം നല്ല പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. പോലൂർ സൈഡിലോട്ട് പോകുന്ന ടൈമിൽ ഒരു നല്ല നല്ല പ്രോപ്പർട്ടീസ് ഇവിടെ ഉണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പോയിട്ടില്ല, ഇതും ഫസ്റ്റ് ടൈമാണ് പോലൂർ.
പോലൂരിലോട്ട് വരുമ്പോൾ എനിക്കിങ്ങനെ മല ഇറങ്ങുന്ന പോലെ ഒരു ഫീലാണ്. പൂണ്ടിയും അതുപോലെ ക്ലാവരയൊക്കെ കയറുന്ന ടൈമിൽ കയറ്റങ്ങളായിരുന്നു കൂടുതൽ. ഇതിപ്പം ഒരു മല ഇറങ്ങുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. ഇത് ഫുൾ ക്യാരറ്റാവും കേട്ടോ. ക്യാരറ്റിൻ്റെ ആ ഒരു കൾട്ടിവേഷൻ റെഡിയായി നിൽക്കാന്ന് തോന്നുന്നു. ഇവിടെ ഒരാളോട് ചോദിച്ച സമയത്ത് പോലൂരാണ് ക്ലാവര, രണ്ടും ലാസ്റ്റ് വില്ലേജ് ഓഫ് കൊടൈക്കനാലാണ്. ബിക്കോസ് ഈ നാട്ടാമ്പട്ടി പറഞ്ഞ സ്ഥലത്ത് നിന്ന് ലെഫ്റ്റിലോട്ട് ക്ലാവരയിലോട്ടും അത് അവിടെ ഡെഡ് എൻഡ്, അതേപോലെ റൈറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ പോലൂരും ഒരു ഡെഡ് എൻഡാണ്. സോ രണ്ടും ലാസ്റ്റ് വില്ലേജ് ഓഫ് കൊടൈക്കനാൽ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. എന്തായാലും ആ ഒരു വീടും ആ റോഡൊക്കെ കാണാൻ നല്ല രസമുണ്ട്. மனுஷங்கர், how was your experience in Kodaikanal? கொடைக்கானல என்ன சொல்றது தம்பி, அங்க நாங்க பூண்டியில வந்து வீட புக் பண்ணோம். இங்க வீடுனா என்ன சொல்றது, மட் ஹவுஸ்னா அப்படியும் சொல்ல முடியாது, ஆனா ஒரு குவாலிட்டியான வீடுன்னா அப்படியும் சொல்ல முடியாது. ஹாப்பியா இருந்தான்னு சொன்னா ரொம்ப ஹாப்பியா இருந்தோம். இங்க கரெக்ட் லொகேஷன் நீங்க தான் பார்த்துட்டு இருக்கீங்களே, இதுதான் கரெக்ட் பூண்டி வில்லேஜ். அங்க இருந்து ஒரு 3-4 கிலோமீட்டர் மாறி இங்க கிலாவரை பக்கத்துல தான் நம்ம ரூம் எடுத்திருக்கோம். இங்க என்ன ஸ்பெஷல்னா, இங்க அது ஸ்பெஷல்